ആത്മീയാചാര്യനും എഴുത്തുകാരനുമായ മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. 87-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നാരായണ ഗുരുകുലത്തിന്റെ അധ്യക്ഷനാണ് ബിനിൽ ലീല സാബു. നമുക്കിപ്പം തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, പറഞ്ഞ പോലെ തന്നെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വലിയ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹം. അധ്യാപകനായിരുന്നു. വിയോഗം എങ്ങനെയാണ്? വിവരങ്ങൾ. സേതു, ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖവും അതോടൊപ്പം തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയവേ പല സമയത്തും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായിരുന്നു. ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. സേതു പറഞ്ഞതുപോലെ ആത്മീയ ആചാര്യനാണ്, വേദാന്ത പണ്ഡിതനാണ്. ഈ നാരായണ ഗുരുകുലത്തിൻ്റെ 27 വർഷമായി അതിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. 99-ലാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. പല പ്രമുഖ കൃതികളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആളുകൂടിയാണ് അദ്ദേഹം. എന്തായാലും വലിയ നഷ്ടമാണ് കേരളത്തിന്, മലയാളത്തിന് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് ഭൗതിക ശരീരം ഇവിടെ നാരായണ ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം വൈകിട്ട് 5 മണിക്കാണ് സമാധി ഇരുത്തുക. സേതു, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തെ നമുക്ക് ഈ ഘട്ടത്തിൽ എങ്ങനെ ഓർക്കാം? കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ ബിനിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യം കണ്ടതിൽ വച്ച് ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആളാണ് ഈ നമ്മുടെ മുനി നാരായണ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം അത് രാജ്യത്തിനുണ്ടാക്കുന്ന വിടവ് എത്രത്തോളമാണ്? പറഞ്ഞതുപോലെ പല പ്രമുഖ കൃതികളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും വേദാന്തം അഥവാ ബുദ്ധിസ്റ്റൊക്കെ മലയാളത്തിൽ വിവർത്തനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ വലിയ ആത്മീയാചാര്യനാണ്, വേദാന്ത പണ്ഡിതനാണ്. ഈ പറഞ്ഞതുപോലെ ഈ നടരാജ ഗുരുവിന് പിന്നാലെയാണ് അദ്ദേഹം ഇവിടേക്ക് ഗുരു നിത്യചൈതന്യതി സമാധിയായിരുന്നു. 99-ലാണ് മുനി നാരായണ പ്രസാദ് ഗുരുസ്ഥാനത്തേക്ക്. ഒരു മിനിറ്റ് ബിനിൽ, ഇപ്പം ഗുരുചിന്ത പ്രാസംഗികനായ ശ്രീ ഷൗക്കത്ത് നമുക്കിപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ഷൗക്കത്ത്, കേൾക്കാമോ അങ്ങേക്ക്? കേൾക്കാം. നാരായണ ഗുരുവിന്റെ ദർശനം ഒരുപക്ഷെ ആധുനിക കാലത്ത് യാതൊരു കളറും ചേർക്കാതെ, വിഭാഗീയതയുടെയോ വർഗീയതയുടെയോ ഒന്നും കളറ് ചേർക്കാതെ മാനവികതയെ മാത്രം മുൻപിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജീവിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ, ഒരു സംശയമില്ലാത്ത നമുക്ക് പറയാവുന്ന ഒരു മറുപടിയാണ് ഗുരുമുനി നാരായണ പ്രസാദ്. അദ്ദേഹം നടരാജ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന കാലം മുതൽ നാരായണ ഗുരുകുലം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, നാരായണ ഗുരു മുൻപോട്ട് വെച്ച ഏകലോക വീക്ഷണം, വിശ്വപൗരബോധം എന്നൊക്കെ പറയുന്ന ഒരു ദർശനത്തെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു സ്പേസ് ആയിട്ട് മാറിയതിന്റെ ഒരു കണ്ണിയാണ് ഇപ്പൊ അറ്റുപോയിട്ടുള്ളത്. ഇപ്പൊ എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരാൾ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഏതെങ്കിലും പ്രത്യേക ചിന്തയുടെയോ ഒന്നും സ്പർശമില്ലാതെ മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചു മരിക്കണം എന്ന് തീരുമാനിച്ചപ്പോ, അങ്ങനെയുള്ളൊരു സ്പേസ് തേടി നടന്നപ്പോ കണ്ടെത്തിയ ഒരു ഇടാണ് നാരായണ ഗുരുകുലം. അവിടെ ജാതിയില്ല, മതമില്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ദർശനത്തിനോട് താല്പര്യമില്ല. ലോകത്തിലുള്ള എല്ലാ ദർശനങ്ങളും മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നതാവണം എന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ജീവിച്ച, അനുഭവിപ്പിച്ച ആ ഇടത്തെ ഇത്രയും വർഷം യാതൊരു കാലുഷ്യേൽക്കാതെ പോറ്റി കൊണ്ട് നടന്ന ഒരു വലിയ സാന്നിധ്യമാണ്. അത് എത്രയും ലളിതമായ ഒരു സന്യാസിയുടെ ജീവിതം എന്ന് പറയുമ്പോൾ, ആ സന്യാസിയുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ചിന്ത എന്താണ്, വാക്ക് എന്തായിരിക്കണം, പ്രവൃത്തി എന്തായിരിക്കണം എന്ന് ഒരു മാതൃക നമുക്കിന്ന് മുൻപോട്ട് വെക്കാൻ. കാരണം അത്രമാത്രം വിഷലിപ്തമായിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് ഈ മതപൗരോഹിത്യവും സ്പിരിച്വലായിട്ടുള്ള പൗരോഹിത്യങ്ങളും വിഭാഗീയതയുടെ ഓരം പറ്റി ജീവിക്കുന്ന ഒരു കാലത്ത് സർവ്വതിനെയും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യത്വത്തെ മാത്രം മുമ്പിൽ വെച്ച് ജീവിച്ച ഒരു പ്രസൻസ് എന്ന നിലയിൽ ആ മഹാഗുരുവിനെ ഞാൻ നമിക്കുകയാണ്, എല്ലാ പ്രണാമം അർപ്പിക്കുകയാണ്. നിശ്ചയമായും വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ഇപ്പം ജോയിൻ ചെയ്തതിന്. ശ്രീ ഷൗക്കത്ത് പറഞ്ഞ പോലെ നാരായണ ഗുരുദേവന്റെ ജീവിതവും ദർശനവും അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ നടരാജ ഗുരുവിൻ്റെ ആ പാത തന്നെ പിന്തുടരുകയുമായിരുന്നു മുനി നാരായണ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവാർത്തയാണ് വന്നിരിക്കുന്നത്. ബിനിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബിനിൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് വന്നാൽ ഈ 130ഓളം കൃതികൾ, ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. അതിൽ വിവർത്തനങ്ങളുണ്ട്.
അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം ശ്രീ ഷൗക്കത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ ഇപ്പം നമ്മൾ സമൂഹപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ്റെ ചിന്തകൾ വളർന്നു, നമ്മൾ സാമൂഹ്യപരമായി വലിയ ചുറ്റുപാടുകളിലേക്കൊക്കെ വന്നു. നമ്മുടെ ഈ ജനിച്ച അന്തരീക്ഷമല്ല ഇപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാങ്കേതിക രംഗങ്ങളിലൊക്കെ വലിയ വികാസം പ്രാപിച്ചു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അല്ലെങ്കിൽ അതൊക്കെ സത്യമായി തന്നെ നിലനിൽക്കുമ്പോഴും മനുഷ്യൻ്റെ ഉള്ളിൽ വീണ്ടും ജാതി മത വർണ്ണ വിവേചനങ്ങൾ വരുന്നു. മനുഷ്യർക്ക് ഇതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ വരുന്നു. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം അതൊരു വലിയ വിടവായി തന്നെ നിൽക്കില്ലേ ബിനിൽ? ജാതി മത ഭേദമന്യാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അത് തന്നെയാണ് ജീവിതത്തിലും അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിലും ഈ മുനി നാരായണ പ്രസാദ് അത് അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് കർണാടക അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾ, ഇന്ത്യക്ക് വെളിയിൽ അങ്ങനെ പലയിടങ്ങളിലും നാരായണ ഗുരുകുലം ഇതാണ് ഈ രീതിയിലാണ് ആ പഠിപ്പിക്കൽ അല്ലെങ്കിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആ ഗുരുവിന്റെ ദർശനം തന്നെയാണ് അദ്ദേഹം പറഞ്ഞതും പഠിപ്പിച്ചതുമൊക്കെ. എന്തായാലും വലിയ നഷ്ടമാണ് ഇന്ത്യക്ക്, കേരളത്തിന്, മലയാളത്തിന്, ഇന്ത്യക്ക്, രാജ്യത്തിന് വലിയ നഷ്ടമാണ്, വലിയ വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സേതു പറഞ്ഞതുപോലെ 130ഓളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിൽ വിവർത്തനങ്ങളുണ്ട്. മറ്റൊന്ന് ഗുരുവിൻ്റെ ദർശനങ്ങൾ പകർന്നു കൊടുക്കുന്ന പല പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്താണ് രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തത്. സേതു പറയുന്നതുപോലെ രാജ്യത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം. കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സ അദ്ദേഹം തുടരുകയായിരുന്നു. പിന്നീട് ഇന്നലെ രാത്രി അസുഖം മൂർച്ഛിക്കുകയും ഇന്ന് രാവിലെ മരണം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും 11 മണിയോടുകൂടിയാണ് പൊതുദർശനം നടത്തുക. അതിനുശേഷം 5 മണിക്കാണ് സമാധി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. സേതു, ശരി. ഇപ്പം പറഞ്ഞ പോലെ തന്നെ വലിയൊരു നഷ്ടമാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ആത്മീയാചാര്യനും എഴുത്തുകാരനുമായ ശ്രീ മുനി നാരായണ പ്രസാദിൻ്റെ വിയോഗം.